ഡോക്ടറെ കർക്കിടകം തുടങ്ങുവാണല്ലോ. ഇനി ത്രിദോഷം ദുഷിക്കും, അതുകൊണ്ട് എല്ലാവരും കർക്കിടക ചികിത്സ ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണോ? അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അത് പണ്ട് തൊട്ടേ പ്രചാരത്തിലുള്ള ഒരു മിത്താണ്. മഴക്കാലത്ത് ത്രിദോഷങ്ങൾ പ്രകോപിക്കും എന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ, അതങ്ങനെയാണോ? അതിന് നമ്മൾ ആദ്യം ത്രിദോഷം എന്താണെന്ന് മനസ്സിലാക്കണം. ത്രിദോഷങ്ങൾ മഴ വന്നാൽ പെട്ടെന്ന് ദുഷിക്കുന്ന ഒന്നല്ല. ശരീരത്തിലെ ഓരോ കോശത്തിൻ്റെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന പ്രവർത്തന ഘടകങ്ങളാണ് ത്രിദോഷങ്ങൾ. പിന്നെ ദോഷങ്ങളുടെ പ്രവർത്തനം എപ്പോഴാണ് പകരുന്നത്? കോശങ്ങളുടെ ആന്തരിക അന്തരീക്ഷം, അതായത് ഇന്റേണൽ എൻവയോൺമെന്റ്, എന്തെങ്കിലും ആന്തരികമോ ബാഹ്യമോ ആയ കാരണങ്ങളാൽ തകരുമ്പോഴാണ് അവയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത്. അപ്പോൾ മഴക്കാലം ശരീരത്തെ ബാധിക്കില്ലേ? ബാധിക്കും. എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങളും ശരീരത്തെ സ്വാധീനിക്കും. പക്ഷെ ആ മാറ്റം എത്ര വേഗം നമ്മൾ തിരിച്ചറിയുന്നു, അതിന്റെ കാരണം പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാന കാര്യം. അതായത് കർക്കിടകം ആയതുകൊണ്ട് മാത്രം എല്ലാവർക്കും ചികിത്സ വേണ്ടെന്നാണോ? അതെ, കർക്കിടകം ഒരു രോഗാവസ്ഥയല്ല. കാലാവസ്ഥയുടെ പേരിൽ എല്ലാവർക്കും ഒരേ ചികിത്സ ആവശ്യമാണെന്ന് പറയാൻ നമുക്ക് ശരിക്കും ശാസ്ത്രീയ അടിസ്ഥാനമില്ല. ചികിത്സ വ്യക്തിയുടെ ആരോഗ്യനിലയും രോഗാവസ്ഥയും വിലയിരുത്തിയാണ് തീരുമാനിക്കേണ്ടത്. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഇത് ശരിക്കും പുതിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്. അതെ, കർക്കിടക ചികിത്സയെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. വരും എപ്പിസോഡുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. താങ്ക് യു.